ബംഗളൂരു കാമാഖ്യ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ 11 ബോഗികളാണ് പാളം തെറ്റിയത്. ദൃശ്യങ്ങളിലേക്ക്. വിനീത വിജയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഈ 11 ബോഗികൾ പാളം തെറ്റിയെന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു സംഭവമാണല്ലോ. എന്താണ് ഇതിന് കാരണം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇതിന്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ യാത്രക്കാരെ എത്രയും വേഗം സുരക്ഷിതമായി മാറ്റുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന എന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ അപകട കാരണം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പിന്നീട് അന്വേഷിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ കാമാഖ്യ എക്സ്പ്രസിന്റെ ഒഡീഷയിലാണ് ഈ ട്രെയിൻ പാളം തെറ്റിയിരിക്കുന്നത്. കാമാഖ്യ എക്സ്പ്രസിന്റെ 11 ബോഗികളാണ് പാളം തെറ്റിയത്. ഈ AC കോച്ചുകളാണ് പാളം തെറ്റിയതെന്ന് വിവരം ലഭ്യമായിട്ടുണ്ടെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ NDRFന്റെയും മെഡിക്കൽ സംഘവും ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിലർക്ക് പരിക്കേറ്റ, ചില യാത്രക്കാർക്ക് പരിക്കേറ്റതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊരു ഈ അപകടത്തെക്കുറിച്ചൊരു വിവരം ലഭിച്ചുവെന്ന് ഒഡീഷ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ റെയിൽവേ അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. യാത്രക്കാരെല്ലാം സുരക്ഷിതരായി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ കാരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി പിന്നീട് അന്വേഷിക്കുമെന്നാണ് ഈ റെയിൽവേയുടെ CPRO അശോക് കുമാർ മിശ്ര വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ NDRFും മെഡിക്കൽ സംഘവും ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ അപകടമുണ്ടായ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് മറ്റു ട്രെയിനുകൾ, അതുവഴി വരേണ്ടതായിട്ടുള്ള ട്രെയിനുകളുടെ ഒക്കെ തന്നെ ഈ സമയക്രമത്തിലേക്ക് അടക്കം മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, വിനിത, കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഈ റെയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓരോ ബജറ്റിലും റെയിൽ സുരക്ഷയ്ക്ക് വേണ്ട കൂടുതൽ തുക മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ അവിടെ എന്തായാലും പരിക്കേറ്റ ആളുകളുണ്ടല്ലോ. എത്ര പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്? അല്ലെങ്കിൽ അതിൽ ഗുരുതരമായ പരിക്കുള്ളവരുണ്ടോ? ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ? തീർച്ചയായും ക്രിസ്റ്റീന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NDRFന്റെയും ഒപ്പം തന്നെ മെഡിക്കൽ സംഘവും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ റെയിൽവേ അധികൃതർ പറയുന്നത് യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ ഒരു 11 ബോഗിയാണ് പാളം തെറ്റിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചില പരിക്കുകൾ ഉണ്ടാകാം. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ചികിത്സയടക്കം അവർക്ക് ഉറപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായി ചില കണക്കുകൾ, ചില സ്ഥിരീകരണങ്ങൾ കൂടി നമുക്ക് ഇക്കാര്യത്തിൽ ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാഥമികമായ വിവരം മാത്രമാണ്. ഇനി അതിൻ്റെ കാരണം, പരിക്കുണ്ടോ ആൾക്കാർക്ക്, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകേണ്ടതാണ്.